പ്രൈസ് ദി ലോർഡ്. നല്ലൊരു പ്രഭാതം ദൈവം നൽകുന്നതിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. ഈ രാവിലെ സമയത്ത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്ന ആലോചന യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 54 അധ്യായം 14 വാക്യം. ദ ബുക്ക് ഓഫ് യെശയ്യാ ചാപ്റ്റർ 54 വേഴ്സ് 14. നീതിയിൽ നീ സ്ഥിരമായി നിൽക്കും, നീ പീഡനത്തോട് അകന്നിരിക്കും, നിനക്ക് ഭയപ്പെടുവാനില്ലല്ലോ. ഭീഷണിയോട് നീ അകന്നിരിക്കും, അത് നിന്നോട് അടുത്തു വരികയില്ല. എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ പൈതലേ, നാം അനുഭവിക്കുന്ന സകല പ്രതികൂല സാഹചര്യങ്ങളിൽ നിന്നും നമ്മുടെ കർത്താവും രക്ഷകനുമായ യേശു നമ്മളെ വിടുവിക്കാൻ സർവശക്തി ഉള്ളവനാണെന്ന് ഒരിക്കൽ കൂടി ഈ തിരുവെഴുത്തിലൂടെ തെളിയിക്കുകയാണ്. ഇത് വിശ്വസിച്ചാൽ, ഈ വചനം ധ്യാനിച്ചാൽ, ഇതുപോലെ എൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാകണമെന്ന് പറഞ്ഞാൽ നിശ്ചയമായി കർത്താവ് അത് ചെയ്യും. അവൻ സർവശക്തി ഉള്ളവനാണ്, കൈവിടുന്നവനല്ല, ഉപേക്ഷിക്കുന്നവനല്ല, പാതി വഴിയിൽ നമ്മളെ വിട്ടിട്ട് പോകുന്നവനല്ല, നമുക്ക് വേണ്ടി ജീവനെ തന്നവനാണ്. അങ്ങനെയെങ്കിൽ നമ്മുടെ സകല സ്ഥിതികളും മാറ്റുവാൻ നമ്മുടെ കർത്താവിന് സർവശക്തിയുണ്ട്. ആ യേശുവിൻ്റെ കരങ്ങളിൽ നമ്മളെ സമർപ്പിക്കാം. ഈ തിരുവെഴുത്ത് നിവർത്തിക്കാൻ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. നല്ല കർത്താവെ, നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ രാവിലെ സമയത്തിനെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും തിരുവെഴുത്ത് പ്രകാരം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന ഘടനായി സ്തോത്രം, യേശുവിൻ്റെ നാമത്തിൽ പിതാവേ,